ഒറ്റ ചോദ്യം, മമ്മൂക്ക ഞെട്ടിക്കോ ഇതിൽ? ഈ സിഗരറ്റ് റോൾ ചെയ്യുന്നത് മമ്മൂക്കേന്റെ സജഷൻ ആയിരുന്നോ അല്ല പ്ലാൻഡ് ആയിരുന്നോ? അല്ല, മമ്മൂക്കയുടെ സിഗരറ്റ് ഉണ്ടായിരുന്നു. സിഗരറ്റ് ഇങ്ങനെ വെക്കണമെന്ന് പറഞ്ഞു. ഈ ചെയ്തത് പുള്ളി ഷോട്ടിൽ ചെയ്തത്. കളങ്കാവൽ എന്ന് പറഞ്ഞ റിച്വൽ നമ്മുടെ തെക്കൻ തിരുവിതാംകൂറിൽ ഭദ്രകാളി ദേവി ക്ഷേത്രങ്ങളിൽ നടന്നു വരുന്ന ഒരു റിച്വലാണ്. ഭദ്രകാളി ദേവി പല ദിക്കുകളിലും പോയി ദുഷ്ടശക്തികളെ അന്വേഷിച്ച് നിഗ്രഹിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ഈ കളങ്കാവൽ എന്ന് പറയുന്നത്. കളങ്കാവൽ എന്നുള്ള പേര് ഇറ്റ്സെൽഫ് അതിനൊരു വാച്യാർത്ഥം കൂടിയുണ്ട്. കളത്തിന് കാവൽ നിൽക്കുക ഒരു വാച്യാർത്ഥമുണ്ട്. പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങൾക്ക് സ്പേസ് ഉള്ള ഒരു സിനിമയാണ്. നമ്മുടെ മൈൻഡിൽ 2 കഥാപാത്രങ്ങളുണ്ട്. അതിൽ ഒന്ന് മമ്മൂക്കയും ഒന്ന് പൃഥ്വിയും ആകാം. അങ്ങനെയാണ് പൃഥ്വിരാജിലോട്ട് ആദ്യം എത്തുന്നത്. വിനായകനും ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല രീതിയിൽ ഹോംവർക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെയാണ് ഈ ക്യാരക്ടർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ വിചാരിക്കുന്നതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു പെർഫോമൻസ് വിനായകൻ ചേട്ടൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഹെയർ സ്റ്റൈൽ, ലുക്സിൽ അതെങ്ങനെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയാണ് ഇങ്ങനെ ഒരു സജഷൻ പറയുന്നത്. അത് പറയാനുള്ള കാരണം റിയൽ ലൈഫ് ആയിട്ടുള്ള കുറെ ക്യാരക്ടേഴ്സും സംഗതികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില സോഴ്സ് മെറ്റീരിയൽസിൽ നിന്നും അഡാപ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ലുക്കിലോട്ട് ലാൻഡ് ചെയ്തത്. കില്ലറായിട്ടുള്ള സൈനിഡ് മോഹന്റെ ലൈഫാണ് ഈ ഒരു കഥ, ഈ ഒരു ത്രെഡ് എന്ന് പലരും പറയുന്നുണ്ട്. രണ്ടായിരത്തി 2025 മലയാളത്തിലെ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ഫിലിം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പലരും പറയുന്നു മമ്മൂക്ക ഇതിനകത്ത് വില്ലനായിട്ട് വരുന്നു, വില്ലൻ വരാർ എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ ട്രെൻഡാണ്. കളങ്കാവൽ മൂവിയുടെ റൈറ്ററും ഡയറക്ടറും ആയിട്ടുള്ള ജിതിൻ കെ ജോസും അതുപോലെ റൈറ്ററായിട്ടുള്ള ജിഷ്ണു ശ്രീകുമാറുമാണ് ഇന്ന് ക്ലബ് എഫ് എമ്മിൽ. വെൽക്കം ടു ക്ലബ് എഫ് എം. ഈ കളങ്കാവൽ എന്ന് പറയുന്ന പേരായിരുന്നു ആക്ച്വലി ഫസ്റ്റ് ചൂസ് ചെയ്തത്? അല്ല, ആദ്യം വേറെ 2-3 സജഷൻസ് ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നെ പല പേരുകളുണ്ടായിരുന്നു. നമ്മൾ ഇപ്പം 1-2 പേരിലോട്ട് ഏതാണ്ട് സ്റ്റിക്ക് ഓൺ ചെയ്തു. പക്ഷെ എന്നാലും നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായിരുന്നു. അപ്പം എനിക്കൊന്ന് ഷൂട്ട് തുടങ്ങിയ സമയം വരെയും ആ 2-3 പേരുകൾ തന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പേര് പറയാൻ പറ്റുമോ അതിൽ? പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സ്പോയിലർ ആവും. കാരണം ആ പേരുകളിൽ സ്പോയിലർ ഉണ്ടായിരുന്നു. കാരണം അത് വർക്കിംഗ് ടൈറ്റിലായിട്ട് നമ്മൾ ഒരെണ്ണം ആദ്യം ഇട്ടിരുന്നു. പിന്നെ അത് പക്ക സ്പോയിലർ സാധനമായിരുന്നു. അപ്പം നമുക്ക് തന്നെ തൃപ്തിയില്ലായിരുന്നു. പിന്നെ അതിനുശേഷം ഇങ്ങനെ 1-2 അധികം ടൈറ്റിൽസ് നമ്മൾ വർക്ക് ചെയ്ത് വെച്ചു. ഓക്കെ. പിന്നെ ലാസ്റ്റാണ് പിന്നെ അതിനകത്ത് ഒരെണ്ണം ഏതാണ്ട് ഫിക്സ് ചെയ്ത പോലെയായി. കാരണം വർക്കിംഗ് ടൈറ്റിൽ ഇത് കണ്ട് കുറെ പേർക്ക് അത് ഭയങ്കര അത് മതി എന്നുള്ള ഒരു, നമുക്കും അത് ആപ്റ്റാണ് പക്ഷെ സ്പോയിലർ ആണ് എന്നൊരു അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ കുറെ സാധനങ്ങൾ എയറിലായതുകൊണ്ട് സ്പോയിലർ ആയതുകൊണ്ട് ആകുന്നത് പ്രശ്നമില്ലായിരിക്കും എന്നുള്ള ഒരു സംഗതിയും കയറി വന്നു. അപ്പോൾ അതുകൊണ്ട് ഓൾമോസ്റ്റ് അങ്ങനെ ചെയ്യാം. എന്നാൽ ഈ പറയുന്ന ഒരു പ്രശ്നങ്ങൾ കാരണം ഒരു തൃപ്തിക്കുറവുണ്ടായിരുന്നു. അപ്പോൾ അത് മാറിയ ചിന്തയിലാണ് ശരിക്കും കളങ്കാവൽ. ഒരു ദിവസം നമ്മൾ ഫോണിൽ സംസാരിക്കുമ്പോൾ ഇവനിങ്ങനെ ഇതിനെപ്പറ്റി പറഞ്ഞു, കളങ്കാവൽ റിച്വലിനെ പറ്റി വേറെന്തോ പറഞ്ഞപ്പോഴാണ്. ആക്ച്വലി ഞാനും വൈഫിന്റെ വീടിനടുത്തൊരു ക്ഷേത്രത്തിൽ ഈ ഒരു ആചാരമുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു നോട്ടീസുമായിട്ട് ഇങ്ങനെ കളങ്കാവൽ എന്ന പ്രോസസ്സിനെ പറ്റി വൈഫ് ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാനതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അയച്ചു. അതിനുശേഷം ജിതിനുമായിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചപ്പോൾ ഇങ്ങനൊരു ഒരു പ്രോസസ്സുണ്ട്, നമുക്ക് അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചാലോ എന്ന് പറഞ്ഞ് അതിനെപ്പറ്റി ചിന്തിച്ചപ്പോഴത്തേക്കും ഞങ്ങൾക്ക് 2 പേർക്കും അത് വർക്കായി. എന്താണ് ഈ കളങ്കാവൽ എന്ന് പറയുന്ന ആ ഒരു റിച്വൽ എന്ന് പറയുന്നത്? കളങ്കാവൽ എന്ന് പറയുന്ന റിച്വൽ നമ്മുടെ തെക്കൻ തിരുവിതാംകൂറിൽ ബേസിക്കലി ടുവേർഡ്സ് നമ്മുടെ കന്യാകുമാരി ഭാഗത്ത് ഭദ്രകാളി ദേവി ക്ഷേത്രങ്ങളിൽ നടന്നു വരുന്ന ഒരു റിച്വലാണ്. അതായത് നമ്മുടെ കാളിയൂട്ട് അതിനോടനുബന്ധിച്ച് ഒരുപാട് പ്രോസസ്സുണ്ട്. ദിക്കുബലി, കളങ്കാവൽ, അങ്ങനെ അതിലൊരു ഇതാണ്. അതായത് ഭദ്രകാളി ദേവി ഉത്സവവുമായി ബന്ധപ്പെട്ട് പല ദിക്കുകളിലും പോയി ദുഷ്ടശക്തികളെ അന്വേഷിച്ച് നിഗ്രഹിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ഈ കളങ്കാവൽ എന്ന് പറയുന്നത്. ഓക്കെ. ഇതിൽ തന്നെ ആ ഒരു കഥയുടെ ഒരു ലൈൻ ഉണ്ടല്ലേ ഈ ഒരു പേര്? പിന്നെ അത് പിന്നെ ഉണ്ടാവാതിരിക്കാം. അത് പിന്നെ അങ്ങനെ ഏതെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും പേരെടുത്തിരിക്കുന്നത്. എക്സാക്ട് കാരണം നമുക്കിപ്പം പറയുന്നതിൽ പരിമിതികളുണ്ട്. എൻ്റെ ഒരു കൾച്ചറൽ ബാക്ക്ഡ്രോപ്പ് ഉണ്ടായിരിക്കാം. പിന്നെ നമ്മുടെ സിനിമ നടക്കുന്ന ഭൂമിക എന്ന് പറയുന്നത് കേരള തമിഴ്നാട് അതിർത്തി പ്രദേശമൊക്കെയാണ്, കന്യാകുമാരി. അപ്പോൾ ഈ 2 കൾച്ചറിനെയും ഇത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഈ സിനിമ. അപ്പോൾ ഈ കളങ്കാവൽ എന്നുള്ള പേര് ഇറ്റ്സെൽഫ് അതിനൊരു വാച്യാർത്ഥം കൂടിയുണ്ട്. ഈ റിച്വലും സംഗതികൾക്കൊക്കെ അപ്പുറം അതിനൊരു വാച്യാർത്ഥമുണ്ട്. കളത്തിന് കാവൽ നിൽക്കുക എന്നൊരു വാച്യാർത്ഥമുണ്ട്. അതേ അർത്ഥം മലയാളത്തിലും തമിഴിലും ഒരേ അർത്ഥം തന്നെയാണ് ഈ വാക്ക് കൺവേ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങളുണ്ട്. ഇതിൽ ചില കാരണങ്ങൾ നമുക്ക് ഈ പേര് ചൂസ് ചെയ്യാൻ കാരണമായിട്ടുണ്ട്. എക്സാക്ട്ലി എന്തൊക്കെയാണെന്നുള്ളത് സിനിമ സംസാരിക്കേണ്ട. നമ്മുടെ രാജുവേട്ടന് കളങ്കാവലിന്റെ കഥ അറിയാം. എങ്ങനെ ഈ കഥ രാജുവേട്ടൻ അറിഞ്ഞേ? അത് പിന്നെ ഞങ്ങൾ ഈ സ്ക്രിപ്റ്റ് ഇങ്ങനെ ഒരു നമ്മൾ ഈ സബ്ജക്റ്റ് ഇങ്ങനെ വന്നു, അതിങ്ങനെ ഡെവലപ്പ് ചെയ്തു. അപ്പം പല സോഴ്സിൽ നിന്ന് കിട്ടിയ പല ഇൻഫർമേഷൻസ് വെച്ചിട്ടാണ് സബ്ജക്റ്റ് ഡെവലപ്പ് ചെയ്തത്. ഇതൊന്നും അല്ലാതെ വേറെ ചില സോഴ്സിൽ നിന്നാണ് ചില ക്യാരക്ടറൈസിനെ നമ്മൾ പിക്ക് ചെയ്തതും ഡെവലപ്പ് ചെയ്തു ഈ സിനിമയിലോട്ട് കയറ്റി പോയത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു പ്രോസസ്സിങ്ങിൽ കുറേ ഞങ്ങൾ ചെന്നപ്പോഴത്തേനും ഇത് ശരിക്കും മമ്മൂക്കയിലോട്ട്
പോയാൽ നല്ലതായിരിക്കും, പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചിലപ്പം ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ ഒരു ആത്മവിശ്വാസം നമുക്ക് കയറി വന്ന് തുടങ്ങിയായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് ശ്രമിച്ച് നോക്കാമെന്ന് വെച്ചു. അപ്പം അങ്ങനെയാണ് ഞാൻ മുന്നേ വർക്ക് ചെയ്തിട്ടുള്ളൊരു പടത്തിലൊരു കണക്ഷൻ വെച്ച് ഇങ്ങനെ സാറ് ചേട്ടനൊക്കെ അല്ല കുറുപ്പല്ല മാമാങ്കം സിനിമയിൽ സജീവ് പിള്ളയുടെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ സാറ് ചേട്ടനും കണക്റ്റഡ് ആയിരുന്നു. അങ്ങനെ നമ്മൾ വിവേക് രാമദേവൻ എന്ന് പറഞ്ഞ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്, പുള്ളി വഴി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അപ്പം തന്നെ അതിനകത്ത് വേറൊരു സംഗതി ഉണ്ടായിരുന്നു, ഈ സിനിമ പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങൾക്ക് സ്പേസ് ഉള്ള ഒരു സിനിമയാണ്. അപ്പം പിന്നെ അന്ന് അവർ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അവർ കുറച്ചും കൂടെ പൃഥ്വിരാജുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തും കൂടെ ഒന്ന് പോയിട്ട് നോക്കാമെന്നൊരു തീരുമാനത്തിലോട്ട് എത്തി. അപ്പോൾ അങ്ങനെയാണ് പൃഥ്വിരാജിലോട്ട് ആദ്യം എത്തുന്നത്. രാജുവേട്ടനാണോ മമ്മൂക്കേനെ സജസ്റ്റ് ചെയ്തത്? നമ്മുടെ മൈൻഡിൽ 2 കഥാപാത്രങ്ങളുണ്ട്, അതിൽ ഒന്ന് മമ്മൂക്കയും ഒന്ന് പൃഥ്വി ആകാം, അങ്ങനെ ഒരു പോസിബിലിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കാര്യം അദ്ദേഹത്തിനോട് അവതരിപ്പിച്ചില്ല, പക്ഷെ അദ്ദേഹം തന്നെ ഇതിനകത്ത് ഒരു കഥാപാത്രം മമ്മൂക്ക ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അന്നേരം നമ്മൾ പറഞ്ഞത് നമ്മൾ മൈൻഡിൽ ഇത് വെച്ചിട്ടാണ് വന്നതെന്നുള്ള എന്ന് പറഞ്ഞത്. ഈ വിനായകൻ ചേട്ടൻ ചെയ്ത ക്യാരക്ടറായിരുന്നു പൃഥ്വിരാജിന്റെ അടുത്തേക്ക്? അങ്ങനെ ആയിരുന്നു. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സുകൾ നടന്നതിനകത്ത്. വേറൊന്നുമില്ല, മമ്മൂക്കയിലോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ അത് സ്വാഭാവികമായിട്ടും മമ്മൂക്കയ്ക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പ്രോജക്റ്റായിട്ട് പ്രിഫറൻസ് അങ്ങോട്ട് മാറും. അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു ഡൈനാമിക്സ്. അപ്പം പിന്നെ അദ്ദേഹത്തിൻ്റെ ഡേറ്റും അവൈലബിലിറ്റി അനുസരിച്ചാണ് പിന്നെ ഷൂട്ടിൻ്റെ ഒരു പരിപാടിയിലോട്ട് വരുന്നത്. അപ്പോൾ ആ സമയത്ത് പിന്നെ പൃഥ്വിരാജിൻ്റെ അവൈലബിലിറ്റിയുടെ പ്രശ്നങ്ങൾ, കാരണം അദ്ദേഹം എമ്പുരാൻ അങ്ങനെ കുറേ ഭയങ്കര പ്രശ്നം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വേറെ ഓപ്ഷൻസ് നോക്കി ആലോചനകളൊക്കെ പോയി. അങ്ങനെ മമ്മൂക്കയാണ് ഒരു തവണ വിനായകൻ ചേട്ടനെ. ബ്രോയുടെ മനസ്സിലാണോ ഈ തോട്ട് ആദ്യം വന്ന കളങ്കാവില് ഈ സബ്ജക്റ്റ്? അതെ, ഞാനിങ്ങനെ അത്യാവശ്യം വായിക്കുന്നതും പിന്നെ യൂട്യൂബൊക്കെ നോക്കുന്നൊരു കൂട്ടത്തിലായിരുന്നു. അപ്പം അങ്ങനെ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഒരു തോട്ട് വന്നപ്പോൾ ഞാനത് ജിതിനോട് പറഞ്ഞു, ഇങ്ങനൊരു സ്റ്റോറി ഉണ്ട്, അത് വർക്ക് ചെയ്താൽ ചിലപ്പോൾ അതിലൊരു സിനിമാറ്റിക് സംഭവം ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നി. എനിക്ക് ഒരു സമയത്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയ ഒന്ന് മാറി ഇതുപോലെ കുറേ യൂട്യൂബ് വീഡിയോസും കുറേ സാധനങ്ങളൊക്കെ ഫോളോ ഞാനിങ്ങനെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊന്നും ഇല്ലാണ്ട് മാറി നിൽക്കുന്നൊരു സമയത്ത് അതൊന്നും ഉപയോഗിക്കലില്ലായിരുന്നു കുറേ നാൾ. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും വായിച്ചോ എന്തെങ്കിലുമൊക്കെ വിവരം കിട്ടുന്നുള്ള രീതിയിൽ നോക്കി നടന്നപ്പോൾ കിട്ടിയൊരു തോട്ട്സ് പറഞ്ഞായിരുന്നു. അതിനകത്ത് അതിൽ ഒരെണ്ണം മാത്രം എടുത്തു. പിന്നെ അതിനെ ഫർദർ ഡെവലപ്പ് ചെയ്ത് വരുന്തോറും നമുക്കതിലൊരു ക്യൂരിയോസിറ്റിയും ഒരു താല്പര്യമൊക്കെ ജനിപ്പിച്ചുകൊണ്ടായിരുന്നു ആ സബ്ജക്റ്റ്. ഇതിന്റെ സ്റ്റോറി ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പലരും പല ഊഹാപോഹങ്ങൾ പറയുന്നുണ്ട്. മെയിനായിട്ട് കേരളം കണ്ട ഏറ്റവും വലിയ സീരിയൽ കില്ലർ ആയിട്ടുള്ള കാസർഗോഡ് ബോർഡറിൽ 20ഓളം സ്ത്രീകളെ കൊന്ന കില്ലറായിട്ടുള്ള സൈനൈഡ് മോഹന്റെ ലൈഫാണ് ഈ ഒരു ത്രെഡ് എന്ന് പലരും പറയുന്നുണ്ട്. അത് വെച്ചിട്ട് ഫാൻ മെയ്ഡ് ടീസർ വരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പലരും അത് വിശ്വസിച്ച് ഷെയർ ആക്കിയിട്ടുണ്ട്. അപ്പം ശരിക്കും അതും ഇതുമായിട്ട് ബന്ധമുണ്ടോ? നമ്മൾ പബ്ലിക്കായിട്ട് നമ്മൾ ഒഫീഷ്യലി ഒരിക്കലും ഇത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റിൽ നിന്ന് ഇൻസ്പയർഡ് ആണെന്ന് ഒരിടത്തും അഡ്മിറ്റ് ചെയ്യുകയോ അങ്ങനെ ചെയ്തിട്ടില്ല. ഇത് ഏതൊക്കെയോ സോഴ്സിൽ നിന്ന് ഇങ്ങനെ വന്ന് സ്പ്രെഡായി പോയിട്ടുള്ള സ്പെക്കുലേഷൻസ് ഇങ്ങനെ എയറിൽ നിൽക്കുന്നു. ഈ സിനിമയെ സംബന്ധിച്ച് ഒഫീഷ്യലി പറഞ്ഞാൽ ഇത് അങ്ങനെ ഒരു പർട്ടിക്കുലർ ഒരു ഇൻസിഡന്റിനെയും ഫോളോ ചെയ്യുന്ന ഒരു സിനിമയല്ല, ഇത് ഒരു ഫിക്ഷൻ തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒന്നിൽ കൂടുതൽ ഇൻസിഡൻസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഇതിന്റെ സ്ക്രീൻ പ്ലേ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റിനെയോ പർട്ടിക്കുലർ വ്യക്തിയോ അങ്ങനെ ഫോളോ ചെയ്യുകയോ ഡോക്യുമെന്റ് ചെയ്യുന്നില്ല സിനിമ. ഈ കഥയിൽ മമ്മൂക്കനെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഏറ്റവും വലിയ കാര്യം എന്താ? അത് ഈ കഥാപാത്രം തന്നെയാണ്, ഏറ്റവും ക്യാരക്ടർ തന്നെയാണ് അദ്ദേഹത്തിന് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ കഥയുടെ ഒരു സ്ട്രക്ചറുണ്ട്, കഥ പറഞ്ഞു പോകുന്ന ഒരു രീതിയുണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് അദ്ദേഹത്തിന് ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായെന്ന് തോന്നുന്നു. രണ്ടുപേരും കൂടെ കഥ പറയാൻ പോയത്. അപ്പം എത്ര മിനിറ്റിലാണ് പുള്ളി എസ് പറഞ്ഞത്? കഥ പറഞ്ഞത് ആദ്യമേ ഇദ്ദേഹത്തിന് ഈ സബ്ജക്റ്റിനെ പറ്റി ഒരു അറിവുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ കഥ പറഞ്ഞത് പിന്നെ അദ്ദേഹത്തിന്റെ പിന്നെ വീട്ടിൽ പോയിട്ട് അത് ഫുൾ സ്ക്രീൻ പ്ലേ ആയിട്ട് തന്നെ പറഞ്ഞത്, കഥയായിട്ടല്ല പറഞ്ഞത്. അപ്പൊ കഥയായിട്ട് പറയാൻ ഞാൻ അത്ര എക്സ്പെർട്ട് ഒന്നും അല്ല. ആദ്യമേ സ്ക്രീൻ പ്ലേ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്ക്രീൻ പ്ലേ ഫുൾ ആയിട്ട് നരേറ്റീവ് ആണ് ചെയ്തത്. അങ്ങനെ റൈറ്റിംഗ് സ്റ്റൈൽ എങ്ങനെയാണ്? അതായത് ഇതിപ്പോ എനിക്ക് കണ്ടിട്ട് ക്രൈം ഡ്രാമ മോഡാണ് ഫീൽ ചെയ്തത്, അല്ലെങ്കിൽ ക്രൈം ത്രില്ലർ മോഡാണ്. അങ്ങനെയാണ് അതിന്റെ ടീസറും എല്ലാം പോസ്റ്റേഴ്സ് ആയിരുന്നാലും റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് എഴുതുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു മൂഡ് വരുന്ന സ്ഥലങ്ങളിലൊക്കെ പോയിരുന്ന് വിസിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണോ എഴുതിയത്? അല്ല വീട്ടിലിരുന്ന് തന്നെയാണ്. പിന്നെ ഒരു ഫ്ലോയിൽ അങ്ങ് പോയെന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ ഇപ്പൊ എഴുത്തുന്ന പ്രോസസ്സ് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. അപ്പം പിന്നെ ഇതിനകത്ത് കുറെ ഫോളോ ചെയ്തിരിക്കുന്ന പറയുമ്പോൾ ഇപ്പം എൻ്റെ ഒരു കംഫർട്ട് രീതി എന്ന് പറയുന്നത് പിന്നെ ഒരു സിനിമയുടെ ഒരു എൻ്റയർ സ്ട്രക്ചർ ആയി കഴിഞ്ഞിട്ടാണ് ഫൈനൽ ഈ എഴുത്തിലോട്ട് മീൻസ് ഡീറ്റെയിലിംഗ് അപ്പം സീൻ ഓർഡർ ആദ്യം സെറ്റ് ചെയ്യുമ്പോഴത്തേനും തന്നെ മൈൻഡിൽ എന്താണ് സിനിമ എന്നുള്ള സാധനം, അപ്പോൾ അന്നേരം കൂടുതലും തോട്ട്സിലാണ് പോകുന്നത്.
ചെയ്യുന്നത്. നമ്മൾ മൈൻഡിലാണ് ഇത് ഉള്ള സാധ്യത പിന്നെ കുറവായിരിക്കും. പക്ഷെ കുറവായിരിക്കും. അപ്പോൾ ആ സമയത്ത് പിന്നെ കേൾക്കുന്ന പാട്ടുകളും ഇതൊക്കെ നല്ല രീതിയിൽ ഇൻസ്പയർ ചെയ്യാറുണ്ട്. കാരണം ഈ തോട്ട്സ് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എപ്പോഴൊക്കെ ഇങ്ങനെയുള്ള പാട്ടുകളും മറ്റു സാധനങ്ങൾ കേൾക്കുമ്പോഴൊക്കെ എന്തായാലും അത് ഇൻസ്പിറേഷൻ വരാറുണ്ട്. ഈ എൻ്റെ ഒരു സീൻ ഓർഡറിൻ്റെ ഒരു സാധനം ഇങ്ങനെ റഫായിട്ടെങ്കിലും ഒന്ന് ചെയ്ത് വെച്ച് അതിനകത്തൊരു തൃപ്തി വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ എഴുത്തുള്ളൂ. പിന്നെ എഴുത്ത് പിന്നെ അങ്ങ് പെട്ടെന്ന് തീരും. ഇത് ഈ സാധനത്തിൽ കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ ബുദ്ധിമുട്ടില്ല. പിന്നെ എല്ലാവരും അങ്ങനെ അല്ല കേട്ടോ, ഓരോരുത്തർ രീതിയാണ്. ഈ മമ്മൂട്ടി കമ്പനിയുടെ ലോഗോ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, മമ്മൂട്ടി കമ്പനിയുടെ ലോഗോയിൽ ഈ പടത്തിൽ ഇപ്പോൾ റൊഷാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്രേ ഷെയ്ഡ് ആ ഒരു മൂഡാണ് ആ ഒരു ലോഗോയുടെ കളർ എന്ന് പറയുന്നത്. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് വരുന്ന സമയത്ത് പിങ്ക് ആണ്. കണ്ണൂർ സ്കോഡ് വരുമ്പോൾ വേറൊരു ബ്ലാക്ക് ഗ്രേ ആ ഒരു മൂഡാണ് പോകുന്നത്. കാതൽ വരുന്ന സമയത്ത് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ലോഗോ ആണ് വരുന്നത്, ജസ്റ്റ് എഴുതി കാണിക്കത്തുള്ളൂ. പക്ഷേ ഈ മൂവിയിൽ വരുമ്പോൾ ഭയങ്കര റെഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്ലഡിൻ്റെ റെഡ് ആയിട്ടുള്ള ഒരു കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് യൂസ് ചെയ്ത കളറാണോ അല്ല അത് അൺപ്ലാൻഡ് ആയിട്ട് വന്ന സംഭവമാണോ? അല്ല, അതൊക്കെ പ്ലാൻ ചെയ്ത് തന്നെയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ഓരോ സിനിമയിലും ഓരോ കളർ യൂസ് ചെയ്യുന്നതിന് കാരണങ്ങളുണ്ടെന്നുള്ളത് നമുക്കിപ്പോൾ അറിയാലോ. എന്തുകൊണ്ടാണ് ആ സിനിമകളിൽ ആ കളറുകൾ യൂസ് ചെയ്തത് എന്നുള്ളത്. ഓരോ കളറും ഓരോ കാര്യങ്ങൾ കൺവേ ചെയ്യുന്ന സംഗതിയാണ്. അതുപോലെ ഇതിനകത്തും അത് കൃത്യമായിട്ട് അങ്ങനെ പ്ലാൻ ചെയ്തതാണ്. ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ രാജുവേട്ടൻ 7 മിനിറ്റിലാണ് ഒരു സിനിമയ്ക്ക് ലൈക്ക് ഓക്കെ പറയുന്നതെന്ന് കേട്ട് കഴിഞ്ഞാൽ. നിങ്ങളുടെ കേസിൽ അങ്ങനെയായിരുന്നു? അല്ലല്ല, ഞാനങ്ങനെ കേട്ടിട്ടില്ല. അങ്ങനെ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പം അത് കൂടുതലും പിന്നെ വൺ ലൈൻ കേട്ട് തന്നെ എക്സൈറ്റ്മെന്റ് ഉണ്ടാകുന്ന സംഗതികളിലായിരിക്കും അങ്ങനെ. ഇതിനകത്ത് നമ്മുടെ വൺ ലൈൻ കേട്ടാൽ എക്സൈറ്റ്മെന്റ് ഉണ്ടാകുമോ ഇല്ലയോ എന്നതിനെ പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഉള്ള 1-2 വ്യക്തികൾ അദ്ദേഹത്തിനോട് പറഞ്ഞതിൻ്റെ പുറത്താണ് അദ്ദേഹം നമുക്കൊരു സമയം അനുവദിച്ചു തന്നത്. അപ്പോൾ അദ്ദേഹം എൻ്റയർ സ്ക്രിപ്റ്റ് കേൾക്കാനുള്ള രീതിയിൽ സമയം തന്നായിരുന്നു. അപ്പോൾ അത് ഫുള്ള് കേട്ടിട്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ആദ്യമായിട്ട് സിനിമ ചെയ്യാനായിട്ട് വരുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഡയറക്ഷനിലാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഒരു പടം ഡയറക്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഉള്ള പ്രോസസ്സ് ആയിരിക്കില്ല ഓൾറെഡി ഒരു പ്രൊഫൈലുള്ള ഒരാളെ സംബന്ധിച്ച്. ഇപ്പോൾ പ്രൊഫൈലുള്ള ഒരാൾ പറയുന്ന ഒരു വൺ ലൈൻ അവർക്ക് ചിലപ്പോൾ കുറച്ചും കൂടെ കൺവേ ആവും. എന്ത് സ്റ്റൈലായിരിക്കും അദ്ദേഹം ചെയ്യാൻ പോണത്, എന്തായിരിക്കും ആ സിനിമ എന്നുള്ളത് കുറച്ചും കൂടെ കിട്ടിയേക്കും. അങ്ങനെയുള്ള കേസിൽ ചിലപ്പോൾ പെട്ടെന്ന് അവർക്ക് ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റിയെന്നിരിക്കാം. പുതിയ ആൾക്കാരെ സംബന്ധിച്ച് അത് ഇച്ചിരി ട്രിക്കിയാണ്. കുറേ കൂടെ ഡീറ്റെയിൽ നരേഷൻ വേണ്ടി വരും നോർമലി. അങ്ങനെ അല്ലാത്ത സന്ദർഭങ്ങൾ ഉണ്ടായിരിക്കാം. അതും ഈ പറഞ്ഞ സബ്ജക്റ്റീവാണ്. വിക്കിപീഡിയനകത്ത് ദുൽഖറിന്റെ ക്യാമിയോ ഉണ്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. വിക്കിപീഡിയയിലുള്ള കാര്യങ്ങൾ ഫേക്കാണ്. വിക്കിപീഡിയ നമുക്ക് ഒരിക്കലും ഒഫീഷ്യൽ മീര ജാസ്മിന്റെ പേരൊക്കെ അതിനകത്ത് പറയുന്ന പകുതി കൂടുതൽ കാര്യങ്ങളും ഫേക്കാണ്. കാരണം ഇതേ ചോദ്യങ്ങൾ പലരും ചോദിച്ചായിരുന്നു. ഇനി കാസ്റ്റിംഗിലേക്ക് വന്നാൽ ഇപ്പം വിനായകൻ ചേട്ടൻ ഒരു പോസിറ്റീവ് സൈഡ് ഉള്ള ഒരു ക്യാരക്ടർ ആയിട്ടാണെന്ന് തോന്നുന്നു ടീസർ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. മമ്മൂക്ക നെഗറ്റീവ് സൈഡ്. ഈ വിനായകൻ ചേട്ടൻ ഒരു പ്രോട്ടഗോണിസ്റ്റും മമ്മൂക്ക ആന്റഗോണിസ്റ്റ് എന്നുള്ളത് നമ്മുടെ ഒരു ഒഫീഷ്യൽ ഭാഷ്യമൊന്നുമല്ല. അത് ഇതുപോലെ എവിടുന്നോ സ്പ്രെഡ് ആയിട്ടുള്ള ആൾക്കാർ അനലൈസ് ചെയ്തതിനേക്കാൾ ഉപരി അതിന് മുന്നേ തന്നെ പടം തുടങ്ങിയപ്പോൾ തന്നെ അത് അങ്ങനെ ഒരു സാധനം ഏറെ നിൽക്കുന്നുണ്ട്. ആ സ്പെക്കുലേഷന്റെ പുറത്ത് വന്ന പിന്നെ ഈ വിലയിരുത്തലുകളാണ്. ഈ ഫസ്റ്റ് ലുക്ക് ഇറങ്ങുമ്പോഴും ടീസറോ എന്ത് സാധനം ഈ ഇങ്ങനെ ഒരു സാധനം ഏറെ നിൽക്കുന്നത് കൊണ്ട് അതിന്റെ പുറത്താണ് ഇവർ ഇതിനെല്ലാം നോക്കി കാണുന്നത്. അങ്ങനെ അങ്ങ് എസ്റ്റാബ്ലിഷ് ആയ ഒരു സംഗതിയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ മെയിൻ ഹൈലൈറ്റിലേക്ക് വരാം. മമ്മൂക്ക എഴുതുന്ന സമയത്ത് നമ്മളൊരു ക്യാരക്ടറിനെ മനസ്സിൽ കാണുമല്ലോ, ഇങ്ങനെയൊക്കെ ആയിരിക്കണം ആ ക്യാരക്ടർ വരേണ്ടതെന്ന്. അതിന് മുകളിൽ നിൽക്കുന്ന മമ്മൂക്കയാണോ കാണാൻ പറ്റിയത്? അതെ. അതായത് മമ്മൂക്കയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള ഒരു ബോധ്യത്തിലാണ് എഴുത്തിൻ്റെ ഒരു കൈൻഡ് ഓഫ് പ്രോസസ്സ് നടന്നത്. മമ്മൂക്ക ചെയ്താൽ എങ്ങനെ ആയിരിക്കാമെന്നുള്ള ഒരു നമുക്ക് മൈൻഡിൽ ഒരു ധാരണ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ വെച്ചിട്ടാണ് എഴുത്തിൽ ഫോളോ ചെയ്യാൻ നോക്കിയത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമുക്കറിയാം കുറച്ച് കാലങ്ങൾ കൊണ്ട് പ്രത്യേകിച്ചും അദ്ദേഹം അഭിനയത്തിൽ നമ്മളെപ്പോഴും എക്സൈറ്റ്മെൻറ്റ് തന്നുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് അങ്ങനെ തന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഗതി ഉണ്ടായേക്കാമെന്ന്, പക്ഷേ നമുക്കത് കൃത്യമായിട്ട് അനുഭവിക്കാൻ പറ്റി. നമ്മൾ വിചാരിക്കുന്ന നമ്മളല്ലെങ്കിൽ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഗതി അദ്ദേഹത്തിൻ്റെതായ ഒരു ഇൻപുട്സിലൂടെ വേറൊരു തലത്തിലോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രോസസ്സിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റി. നമുക്ക് വേറൊരു എക്സൈറ്റിംഗ് ഫേസിൽ കൂടിയാണ് ഇപ്പം കഴിഞ്ഞ കുറച്ച് നാളുകളായി പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്കെല്ലാം മനസ്സിലാകുന്നതാണല്ലോ. അപ്പോൾ അതിൽ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു രീതിയിലാണ് അദ്ദേഹം നമുക്കിതിലൂടെ കാണിച്ചു തന്നത്. ഇപ്പോൾ ഓരോ സീനിലും പിന്നെ അദ്ദേഹം കൃത്യമായിട്ട് എന്താണ് സീൻ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ സീൻ എങ്ങനെയാണ് നമ്മൾ വിഷ്വലി നമ്മൾ എങ്ങനെയാണ് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകണമെന്നുള്ള ചർച്ചകൾ എന്തായാലും നടക്കും. അപ്പോൾ അവിടെ വെച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ കുറച്ച് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ദൃശ്യഭാഷയ്ക്കകത്ത് നിന്നുകൊണ്ട് അദ്ദേഹം എന്തായിരിക്കും ചെയ്യാൻ പോകുന്നതിനോ എന്നുള്ള ഒരു സാധനം കൂടെ സെറ്റ് ചെയ്തിട്ടായിരിക്കും അദ്ദേഹം വരുന്നത്. അപ്പം ഒരു കൈൻഡ് ഓഫ് ഹോംവർക്ക് ചെയ്തിട്ടായിരിക്കും അദ്ദേഹം വരുന്നത്. അങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ്റ് അദ്ദേഹം ത്രൂ ഔട്ട് ക്യാരി ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിൽ എക്സൈറ്റ്മെൻറ്റ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അദ്ദേഹം ഈ ഒരു രീതിയിൽ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് പോകുന്നതെന്ന് തോന്നുന്നു.
സെറ്റിൽ ആദ്യമായിട്ട് മമ്മൂക്കയുടെ ഫ്രണ്ടിലെ ആക്ഷൻ പറഞ്ഞ ആ ഒരു മൊമെന്റ് എങ്ങനെ ഓർക്കും? ആദ്യം ആയിട്ട് പിന്നെ ആക്ഷൻ പറയുന്ന സമയത്ത് പിന്നെ അതിൻ്റെ ഒരു ഭയങ്കരമായ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, എന്നാൽ ഒരു ടെൻഷനും ഉണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു പരിധിക്കപ്പുറം നമുക്ക് 100% ആത്മവിശ്വാസം എന്നുള്ള രീതിയിലോട്ട് പോകാൻ പറ്റത്തില്ല. സിനിമയാണ്, അതിനകത്ത് പല പല ഘടകങ്ങളും ഇത് കോപ്പറേറ്റ് ചെയ്ത് വരേണ്ടതുണ്ട്. പക്ഷേ നമ്മുടെ മമ്മൂക്ക ആദ്യമായിട്ട് വരുന്ന ഒരു സമയത്ത് ഒരു അഡ്വാൻറ്റേജ് കിട്ടിയത് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് പിന്നെ നമ്മുടെ അസോസിയേറ്റ് ബോസ് ഏട്ടൻ അവർ ഇതൊക്കെ അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അതിൻ്റെ മറ്റേ ചാർട്ടിങ് പരിപാടിയിലൊക്കെ ആദ്യത്തെ സമയങ്ങളിൽ അങ്ങനെ ഭീകരമായ ടെൻഷൻ അടിക്കേണ്ടാത്ത രീതിയിൽ കുറച്ച് ലൂസായിട്ടുള്ള പരിപാടിയിലിട്ടാണ് തുടങ്ങി വെച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു 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 സമാധാനം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്ന് സെറ്റായി കഴിഞ്ഞപ്പോൾ പിന്നെ അത് ആ ഒരു ഫ്ലോയിലായി, പിന്നെ വലിയ പ്രശ്നങ്ങളില്ലാതെ പോയി. മ്യൂസിക് മുജീബ് മജീദാണ്. കിഷ്കിന്ദ കാണ്ഡം ലൈക്ക് ലാസ്റ്റ് ഇയറിലെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വർക്ക് ആയിരുന്നു എനിക്ക് പേഴ്സണലി. അപ്പം ഇത് കണ്ടിട്ടാണോ പുള്ളി ഇതിലേക്ക് വിളിച്ചതല്ല നേരത്തെ എല്ലാം സെറ്റ് ആയിരുന്നോ ഈ ഒരു മൂവിക്ക് വേണ്ടിയിട്ട്? ഇല്ല, നമ്മൾ ജിതിൻ തന്നെ സജസ്റ്റ് ചെയ്തതാണ് മുജീബിനെ. നമ്മൾ 2-3 പേരുകൾ ഇങ്ങനെ ചർച്ച നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് മുജീബ് അതിനകത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഏതാണ്ട് ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ ആ ഒരു സമയത്തെങ്ങാണ്ടാണ് കിഷ്കിന്ദ കാണ്ഡം റിലീസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അത് കണ്ടിട്ട് എനിക്കിങ്ങനെ മെസ്സേജ് ഇട്ടായിരുന്നു, പിന്നെ മ്യൂസിക് ഡയറക്ടറെ ഫിക്സ് ചെയ്തോ എന്ന് ചോദിച്ചാണ് മെസ്സേജ് ഇട്ടത്. അപ്പോൾ ഞാൻ ഇല്ല, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പടം ഒന്ന് കണ്ടു നോക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ പടം കാണണമെന്നുണ്ടായിരുന്നു. ബട്ട് നമ്മൾ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു ആ സമയത്ത്. പക്ഷെ അന്നേരം പോയി കണ്ടപ്പോൾ അത് ആ പടം ഭയങ്കര രസമുള്ള ഒരു വേറൊരു ഡയമെൻഷനിലൂടെയൊക്കെ പോകുന്നൊരു പടമായിരുന്നു. അതിന് മ്യൂസിക് ഭയങ്കര രീതിയിൽ എൻഹാൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം നല്ലൊരു ഓപ്ഷനാണെന്ന് അന്നേരം തോന്നി. അങ്ങനെയാണ് ഞാൻ പിന്നെ സാറിൻ്റെ അടുത്തും ഒക്കെ ഇങ്ങനൊരു കാര്യം സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കും അത് ഓക്കെ ആയിരുന്നു. പിന്നെ അദ്ദേഹത്തെ കണ്ട് സംസാരിച്ച് അദ്ദേഹം ഇന്നാവുകയാണ് ചെയ്തത്. അത് വളരെ നല്ലൊരു തീരുമാനമായിരുന്നു എന്നിപ്പം തോന്നുന്നു. ഇതിലെ മമ്മൂക്കേനെ പേടിക്കണോ? ആര് പേടിക്കണമെന്നാണ്? പ്രേക്ഷകരെ പേടിപ്പിക്കുമോ ഇതിലെ മമ്മൂക്ക? പ്രേക്ഷകരെ പേടിപ്പിക്കുമോ എന്നുള്ളത് പറയാൻ പറ്റത്തില്ല, അത് സബ്ജക്റ്റീവായിട്ടുള്ള സംഗതിയാണ്. ഇപ്പൊ പണ്ട് ഇറങ്ങി ഹിറ്റ്ലർ എന്ന് പറയുന്ന മൂവിയില്ലേ, അതിനകത്ത് മമ്മൂക്ക ഇങ്ങനെ പുറകോട്ട് മുടി ചീകി വെച്ചിട്ടുണ്ടായിരുന്നു. സമ്മർ എന്നൊക്കെയായിരുന്നു അന്ന് ആ കട്ടിന് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അതിനുശേഷം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിനുശേഷം വേറെ പടത്തിലൊന്നും ആ ലുക്കിൽ മമ്മൂക്കനെ കണ്ടിട്ടില്ല. ഇപ്പം റീസെന്റ് ആയിട്ട് കളങ്കാവലിലാണ് അത് കണ്ടത്. അപ്പം ഈ ലുക്കൊക്കെ എങ്ങനെയായിരുന്നു ഡിസൈൻ ചെയ്തത്? ലുക്ക് ടെസ്റ്റ് ഒക്കെ എങ്ങനെയായിരുന്നു? ലുക്ക് ടെസ്റ്റ് അല്ല, ഞങ്ങൾ തമ്മിൽ നല്ല രീതിയിലൊന്ന് ഹോംവർക്ക് ചെയ്തായിരുന്നു ഈ ക്യാരക്ടറിൻ്റെ ലുക്സിനെ പറ്റിയും ഏതൊക്കെ രീതിയിലുള്ള വസ്ത്രധാരണത്തെ പറ്റിയൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ നമുക്ക് തന്നെ ഉണ്ടായിരുന്നു എന്താണെന്നുള്ളത്. പക്ഷേ അങ്ങനെ ഒരു ലുക്ക് ടെസ്റ്റ് ആയിട്ടൊന്നും നമ്മൾ നടത്തിയിട്ടില്ല. ഇതിനകത്ത് പിന്നെ കോസ്റ്റ്യൂമും ബാക്കി കാര്യങ്ങൾ ഏതാണ്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ബാക്കി അറ്റയറും പരിപാടികളൊക്കെ ഈ പറഞ്ഞ. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഹെയർ സ്റ്റൈൽ ആണ്. പിന്നെ ലുക്സിൽ അതെങ്ങനെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പേഴ്സണലി ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഹെയർ സ്റ്റൈൽ എങ്ങനെ വെക്കണം എന്നുള്ള ഒരു ഹെയർ സ്റ്റൈൽ ഒരു പരിധിക്കപ്പുറം നമുക്ക് ഭീകരമായ പരീക്ഷണങ്ങൾ നടത്താൻ പറ്റത്തുമില്ല. അങ്ങനെയുള്ള സംഗതികളുണ്ട്. പിന്നെ അങ്ങനെ ആ ഒരു ചർച്ച നടക്കുന്ന ഒരു സമയത്ത് മമ്മൂക്കയാണ് ഇങ്ങനെ ഒരു സജഷൻ പറയുന്നത്, ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ. അത് പറയാനുള്ള കാരണം നമ്മൾ പിന്നെ ബേസിക്കലി കുറച്ച് സോഴ്സ് മെറ്റീരിയൽസിനെ യൂസ് ചെയ്തിട്ടാണ് ഈ സ്ക്രീൻ പ്ലേ എഴുതിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൽ തന്നെ കുറച്ച് റിയൽ ലൈഫ് ആയിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സും സംഗതികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില സോഴ്സ് മെറ്റീരിയൽസിൽ നിന്നും അഡാപ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ലുക്കിലോട്ട് ലാൻഡ് ചെയ്തത്. ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ ടീസർ ഉണ്ടല്ലോ, അതിനകത്ത് ജസ്റ്റ് ഒരു ഗ്ലിംസ് ആണ് മമ്മൂക്കേനെ കാണിക്കുന്നത്. അതായത് ഒരു പെട്ടിക്കടയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് ആരെയോ നോക്കുന്നുണ്ട്. ആ കണ്ണാടി ശ്രദ്ധിച്ചറിയാം, എനിക്ക് തോന്നുന്നു ഒരു ലേഡി ആണെന്ന് തോന്നുന്നു, നടന്നു പോകുന്നുണ്ട്. അപ്പോൾ മമ്മൂക്ക ആ സിഗരറ്റ് അങ്ങോട്ട് നോക്കുന്നുണ്ട്, അതിനുശേഷം ചിരിക്കുന്നുണ്ട്, സിഗരറ്റ് റോൾ ചെയ്ത് ലൈക്ക് അവിടെ നിന്ന് നോക്കുന്ന ആളുടെ POV അനുസരിച്ച് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് തിരിക്കുന്നുണ്ട്, അവരെ തന്നെ നോക്കുന്നുണ്ട്. അപ്പം ആ ഒരു ഷോട്ട് ലൈക്ക് എത്ര ടേക്ക് പോയായിരുന്നു? അല്ലാതെ എങ്ങനെയായിരുന്നു പ്രിപ്പയർ ചെയ്ത് ആ ഒരു ഷോട്ടിന്? അത് എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 ടേക്കും കണ്ടാണ് പോയിട്ടുള്ളത്. അത്രേ ഉള്ളൂ. മീൻസ് ടോട്ടൽ അതിനകത്ത് ഞാൻ പറഞ്ഞ ഈ പർട്ടിക്കുലർ ഷോട്ടിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2-3 ടേക്കേ പോയിട്ടുള്ളൂ. പിന്നെ അതങ്ങനെ ആ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻ്റ് ആണ്. ആ ഇൻസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള സംഗതിയാണ്. അത് അങ്ങനെ എടുത്തു പോയതാണ്. അതങ്ങനെ ടീസറിലോട്ട് ഉപയോഗിക്കാം എന്നുള്ള രീതിയിലൊന്നും എടുത്തതല്ല, അത് പിന്നെ വന്ന തീരുമാനമാണ്. ഈ സിഗരറ്റ് റോൾ ചെയ്യുന്നത് മമ്മൂക്കേൻ്റെ സജഷൻ ആയിരുന്നോ അല്ല പ്ലാൻഡ് ആയിരുന്നോ? അല്ല, മമ്മൂക്കയുടെ സിഗരറ്റ് ഉണ്ടായിരുന്നു. സിഗരറ്റ് ഇങ്ങനെ വെക്കണമെന്ന് പറഞ്ഞു. ഈ ചെയ്തത് പുള്ളി പിന്നെ ഷോട്ടിൽ ചെയ്ത സംഗതിയാണ്. സിഗരറ്റ് ഇങ്ങനെ ഒരു ടൂളായിട്ട് വെച്ചു, പക്ഷെ ബാക്കിയെല്ലാം മമ്മൂക്ക തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇതുപോലെ മമ്മൂക്ക വേറെ എന്തെങ്കിലും സജഷൻ തന്നിട്ടുണ്ടോ മൂവീസ്? കുറേ സ്ഥലങ്ങളിൽ തന്നിട്ടുണ്ട്. കുറേ അടുത്ത് നമ്മളെ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്.
മീൻസ് ഞാൻ പറഞ്ഞത് ഫിലിം മേക്കിങ്ങിൻ്റെ പ്രോസസ്സിലാണ് ഈ ഞെട്ടലും ഗൂസ് ബംസ് ഒക്കെ വരുന്നത്. ഇത് ഫൈനൽ ഔട്ടിൽ കാണുമ്പം അത് അങ്ങനത്തെ സംഗതികളാണോ ഇല്ലയോ എന്നുള്ളത് വേറൊരു കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഹൈ എന്ന് പറയുന്നത് ഇമാതിരി ഇങ്ങനെ കൊടുക്കൽ വാങ്ങലുകളാണ്. അദ്ദേഹം ഭയങ്കരമായി ഇൻവോൾവ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഇടുമ്പോൾ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നതിനൊക്കെ ഒരുപാട് മുകളിൽ നിന്ന് അദ്ദേഹം ഒരു സാധനം തരും. അങ്ങനെ കുറേ സംഭവങ്ങൾ കിട്ടി. അത് ആസ് മേക്കേഴ്സ് നമുക്ക് ഭയങ്കര തൃപ്തി തരുന്ന സാധനമാണ്. ഇനി അത് ഔട്ട് വരുമ്പോൾ അതെങ്ങനെ ബാക്കിയുള്ളവർക്കുള്ളതെന്നുള്ളത് നമുക്കറിയില്ല. ബ്രോ, ഇപ്പം നമ്മൾ സെറ്റിൽ ഉണ്ട് എന്ന് വിചാരിച്ചോ, മമ്മൂക്ക എടുത്തപ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും സീൻ നറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്? മമ്മൂക്ക ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എങ്ങനെയായിരുന്നു? അത് ബേസിക്കലി ആ സിറ്റുവേഷൻ കൃത്യമായിട്ട് കൺവേ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ക്യാരക്ടറൈസേഷൻ ഏകദേശം നമ്മൾ മുന്നേ തന്നെ സംസാരിച്ച് ഏതാണ്ട് സെറ്റായിരിക്കും. അപ്പം പിന്നെ ഇതിനകത്ത് പറയുമ്പോൾ ഈ സിനിമയുടെ ഒരു പ്രത്യേകത കാരണം പിന്നെ ഇത് പിന്നെ പ്രീവിയസ് സീൻസ് നെക്സ്റ്റ് സീൻസുമായിട്ടുള്ള എങ്ങനെയാണ് കണക്റ്റഡ് ആവുന്നത്, അല്ലെങ്കിൽ എഡിറ്റിംഗ് പാറ്റേണിൽ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടോ, മീൻസ് വേറെ കട്ട്സ് കയറി വരുന്ന രീതിയിലൊക്കെയാണോ ഈ സീൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, പിന്നെ മ്യൂസിക്കിൽ എന്തെങ്കിലും പരിപാടികൾ പർട്ടിക്കുലർ ആയിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജനറലി സംസാരിക്കാറുണ്ട്. അതിനൊക്കെ ശേഷം ഈ എടുക്കാൻ പോകുന്ന സീനിൻ്റെ ഒരു ദൃശ്യഭാഷ ഷോർട്ട് ഡിവിഷൻ പരിപാടി എങ്ങനെയായിരിക്കും എന്നും കൂടെ പറയും. എന്നിട്ട് ബേസിക്കലി എന്താണ് ഇതൊക്കെ ടെക്നിക്കലി പറയുന്നതാണ്. അൾട്ടിമേറ്റ്ലി എന്താണ് ആ സീനെന്നും ആ സീനിൽ എന്ത് കാര്യമാണ് സംഭവിക്കുന്നതെന്നും അവിടെ കഥാപാത്രം എന്താണ് ചെയ്യുന്നതെന്നും കഥാപാത്രത്തിൻ്റെ പുറമേയൊക്കെ ചെയ്യുന്നതിനപ്പുറം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും തോട്ട്സ് പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെതായ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അദ്ദേഹം പറയാറുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ അവിടെ സംഭവിക്കും. ഇതിനൊക്കെ അപ്പുറത്ത് അദ്ദേഹം ഇതെല്ലാം കേട്ട് വന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പിന്നെയും എന്തെങ്കിലും ചില അഡീഷണലി നമ്മുടെ ഡിസൈനെ ബാധിക്കാത്ത രീതിയിൽ അതിനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ ചില ഇൻപുട്സ് അദ്ദേഹം പിന്നെയും തരാറുണ്ട്. മൊത്തത്തിൽ അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണത്. ഈ ബ്രോ ഈ കഥ എഴുതി തുടങ്ങി, ഇപ്പോൾ അത് ലൈക്ക് ഏതാണ്ട് ഫൈനൽ ഔട്ടായി നിൽക്കുകയാണ്. ഇതിനകത്ത് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിനായകൻ ചേട്ടനെ കുറിച്ചാണ്. പുള്ളിയുടെ ഒരു പെർഫോമൻസിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ഇതിനകത്ത്? ഇപ്പം ലാസ്റ്റ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വർമ്മൻ എന്ന് പറയുന്ന ജയിലറിലെ ക്യാരക്ടറായിരുന്നു ഭയങ്കരമായിട്ട് എല്ലാവരും ശ്രദ്ധിച്ചത്. അതിനുശേഷം പിന്നീട് എല്ലാവരും കാത്തിരിക്കുന്ന മൂവി എന്ന് വെച്ചാൽ മമ്മു വേഴ്സസ് മമ്മൂക്ക എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ക്യാരക്ടറാണ് വിനായകൻ ചേട്ടൻ ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് പുള്ളിയുടെ ക്യാരക്ടർ എത്രത്തോളം ഡെപ്ത് ഉള്ള ക്യാരക്ടറാണ്? വിനായകൻ ചേട്ടനും ഈ പറഞ്ഞ പോലെ മമ്മൂക്കെ പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഹോംവർക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെയാണ് ഈ ക്യാരക്ടർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ വിചാരിക്കുന്നതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു പെർഫോമൻസ് വിനായകൻ ചേട്ടൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. കാരണം അദ്ദേഹവും കൃത്യമായ രീതിയിൽ നമ്മൾ ഈ സീനൊക്കെ വായിച്ച് പഠിച്ച് അദ്ദേഹത്തിൻ്റെ രീതിയിൽ നിന്ന് ഇൻപുട്സ് തന്ന് ആ രീതിയിൽ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ത്രൂ ഔട്ട് ആ പ്രോസസ്സിൽ തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ സ്വാഭാവികം ജയിലറിന് ശേഷം മമ്മൂക്കയായിട്ടുള്ളൊരു കോമ്പിനേഷൻ എല്ലാവരും ഭയങ്കരമായി പ്രതീക്ഷ നൽകുന്ന ഒരു സാധനമാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ അദ്ദേഹം നിന്നിട്ടുണ്ട് ത്രൂ ഔട്ട്. അദ്ദേഹം കുറെ കൂടെ എനിക്ക് തോന്നുന്നു പിന്നെ ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് തന്നെ കോ-ആക്ടേഴ്സ് ആൾക്കാരെ കാണുമല്ലോ. അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് അദ്ദേഹം കൂടെ ഇൻവോൾവ് ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന കൊറിയോഗ്രാഫി എന്താണെന്നൊന്ന് അദ്ദേഹം കൂടെ ഇരുന്നൊന്ന് പ്രാക്ടീസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെതായ അതായത് അവരുടെയും കൂടെ ഒരു കൃത്യമായൊരു ഇൻവോൾവ്മെൻറ്റ് കാണും. അത് സിനിമയെ ഒന്ന് എൻഹാൻസ് ചെയ്യുകയും ഓർഗാനിക്കലി ആ സീനിൽ വരാനുള്ള കാര്യങ്ങൾ അദ്ദേഹം കൃത്യമായി പ്ലാൻ ചെയ്ത് ചെയ്യും. പിന്നെ മൈന്യൂട്ടായിട്ടുള്ള ഡയലോഗ്സ് വരെ അദ്ദേഹം കോൺഷ്യസ് ആയിട്ട് ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റിൻ്റെ ഒരു രസം ഉണ്ടായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ എവിടെ നോക്കിയാലും സിനിമാ ലോകം നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കംബാക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഹാഷ്ടാഗ് എന്ന് പറയുന്നത് കംബാക്ക് മമ്മൂക്ക എന്ന് പറഞ്ഞിട്ടാണ്. പുള്ളി തിരിച്ചു വരുന്നു എന്നുള്ളൊരു സന്തോഷം എല്ലാവരുടെ ഒരു മനസ്സിലും ഉണ്ട്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് വന്ന സമയത്ത് അദ്ദേഹമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ എങ്ങനെയായിരുന്നു? പുള്ളി വിളിക്കുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട്? ഇടയ്ക്ക്, അതായത് നമ്മൾ പിന്നെ വർക്കിൻ്റെ പ്രോഗ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇടയ്ക്ക് വിളിക്കുകയും മെസ്സേജ് അയക്കുകയും സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. അപ്ഡേഷൻസ് കൊടുക്കുന്നുണ്ടായിരുന്നു സാറിന് കൃത്യമായിട്ട്. അങ്ങനെ ആ കമ്മ്യൂണിക്കേഷൻ അങ്ങനെ തന്നെ നടന്നു. അതിനകത്ത് അങ്ങനെ ഇതൊന്നും വന്നിട്ടില്ല, ബ്രേക്ക് വന്നില്ല. പിന്നെ എപ്പോഴും ജോർജ് ചേട്ടൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട്. അപ്പം നമ്മൾ പിന്നെ കൂടുതലും ജോർജ് ചേട്ടനെയും വിളിക്കും. അപ്പം പിന്നെ കമ്മ്യൂണിക്കേഷൻ സാറ് ഇതുപോലെ സാറിനെ വിളിക്കേണ്ട സമയത്ത് സാറ് വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യും. അങ്ങനെ ഇതായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ സിനിമ എങ്ങനെ കൺസീവ് ചെയ്തോ അതിനെ ഏറ്റവും നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലെ കോൺഷ്യസ് ആയിട്ട് ശ്രമിക്കാറുള്ളൂ. ഈ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന കംബാക്ക് പരിപാടി അത് വേറെ രീതിയിൽ മെർജായി വരുന്നൊരു സംഗതിയാണ്. അത് അങ്ങനെ മെർജായിട്ട് ചിന്തിക്കുന്നില്ല. നമ്മൾ ഈ സിനിമ നല്ലതായിട്ട് ഡെലിവർ ചെയ്യാൻ നോക്കുന്നുണ്ട്. അത് ഈ ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ ആ അന്തരീക്ഷത്തിനെ പിന്നെ റെസ്പെക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസം ഉണ്ട്. ദുൽഖറിന് വേണ്ടി കുറിപ്പ് എഴുതിയിട്ടുണ്ട്, ഇപ്പം മമ്മൂക്കയ്ക്ക് വേണ്ടി ഈ കളങ്കാവൽ എഴുതുന്നുണ്ട്. ഈ രണ്ടുപേരിലെയും സിമിലാരിറ്റീസ് എന്താണ്? ലൈക്ക്
അവരുടെ ആക്ടിങ്ങിലായിരുന്നാലും അവർ ഒരു സ്ക്രിപ്റ്റ് നറേഷൻ കേൾക്കുന്ന രീതിയിലായിരുന്നാലും തമ്മിൽ തോന്നിയിട്ടുള്ള ഒരു വ്യത്യാസം എന്താ? പിന്നെ അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. അതിനകത്ത് ജസ്റ്റ് ഞാൻ ഒരു റൈറ്റർ ഇങ്ങനെയായിരുന്നു, ഇതിനകത്ത് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ. അപ്പം അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. അതിനകത്ത് വേറെ രീതിയിലാണ് ഇൻവോൾവ് ചെയ്തത്. പക്ഷേ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഇൻവോൾവ് ചെയ്ത് ഡെഡിക്കേറ്റ് ചെയ്ത് തന്നെ ചെയ്യുന്ന ഒരു ആളായിട്ട് തന്നെയാണ് എനിക്കും ഫീൽ ചെയ്തത്. കഥാപാത്രം എന്താണെന്ന് മനസ്സിലാക്കി ആ ഒരു രീതിയിൽ. മമ്മൂക്കയാണെങ്കിലും ഒരു കുറച്ച് വേറൊരു രീതിയിലാണ്. പക്ഷേ മമ്മൂക്കയുടെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ഞാൻ കുറേ സംസാരിച്ചു. അപ്പോൾ ഇതിനകത്താണ് കുറച്ചും കൂടെ ഇൻവോൾവ് ചെയ്ത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത പരിപാടികൾ. കാരണം അതിനകത്ത് എപ്പോഴും എനിക്കൊന്ന് മിക്കവാറും സിനിമയിൽ അങ്ങനെ ആയിരിക്കും, ഡയറക്ടേഴ്സ് ആർട്ടാണ് സിനിമ. അപ്പോൾ അതിനകത്താണെങ്കിൽ ശ്രീനാഥേട്ടനാണ് ആ രീതിയിൽ കൃത്യമായിട്ട് ഇൻവോൾവ് ചെയ്ത് പരിപാടികൾ ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് ഞാൻ മമ്മൂക്കയെ ട്രീറ്റ് ചെയ്ത് ഡയറക്ടറായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പരിധിക്കപ്പുറം താരതമ്യം ചെയ്യാനായിട്ടുള്ള പരിമിതികളുണ്ട്. പക്ഷെ രണ്ട് രീതിയിൽ നല്ല അനുഭവങ്ങളായിരുന്നു. ഇത് എഴുതുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും മമ്മൂക്കേൻ്റെ മൂവി റെഫറൻസ് ആയിട്ട് ചേട്ടൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടോ? ലൈക്ക് അദ്ദേഹത്തിന് ഈ പെർഫോമൻസ് പോലെ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഇതിന് ഈ ഒരു മോഡ് പിടിക്കാം എന്നുള്ളൊരു സാധനം തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു മൂവിയുടെ? അങ്ങനെ മൂഡ് പിടിക്കാമെന്ന് അങ്ങനെ റെഫറൻസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ക്യാരക്ടർ മമ്മൂക്കയാണെന്നുള്ള രീതിയിൽ തന്നെയാണ്, ഒരു ഫ്രഷ്നെസ് അതിൽ കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് തന്നെയാണ് നമ്മൾ ഈ എഴുത്ത് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് കൃത്യമായി മമ്മൂക്ക ഡെലിവറി ചെയ്യുകയും ചെയ്തു. നമ്മുടെ എക്സ്പെക്ടേഷന് മുകളിൽ തന്നെ അദ്ദേഹം ഡെലിവറി ചെയ്യുകയും ചെയ്തു. ഒറ്റ ചോദ്യം, മമ്മൂക്ക ഞെട്ടിക്കോ ഇതില്? അത് ധൈര്യമായിട്ട് പറയാല്ലേ? ഞങ്ങൾ ഞെട്ടുമെന്നുള്ള വിശ്വാസത്തിൽ ഞെട്ടിക്കും. ഈ പവർ മതി, ബാക്കി പവർ മമ്മൂക്ക തന്നോളൂ. നമ്മുടെ കുറുപ്പിന്റെ റൈറ്ററിനെ കാണുമ്പോൾ എന്തെങ്കിലും ചോദിക്കണം എന്നുള്ളൊരു ചോദ്യം. ഞാൻ ലെനിൻ സിനിമാസിലാണ്, ട്രിവാൻഡ്രത്ത് നിന്നാണ് കണ്ടത് പടം. അപ്പോൾ ശരിക്കും സുകുമാരക്കുറുപ്പ് ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ആധികാരികമായിട്ട് പറയാൻ ആർക്കും പറ്റുമെന്ന് തോന്നുന്നില്ല. ബ്രോയ്ക്ക് പറ്റും? അല്ല, എനിക്കും പറ്റത്തില്ല. നമ്മൾ കുറെ റിസർച്ച് നടത്തിയിട്ടുണ്ട്. ഈ സിനിമയിൽ നിന്ന് വ്യത്യസ്തമായി ആ സിനിമയിൽ റിയൽ ലൈഫിൽ നടന്ന സ്ഥലങ്ങളിലും കേസിൽ അന്വേഷിച്ച പോലീസുകാരും അതിന്റെ പുറകെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു പോയിട്ടുള്ള ജേർണലിസ്റ്റ്, അങ്ങനെ ഒരുപാട് പേരെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കാണ് കുറച്ചും കൂടെ ആധികാരികമായിട്ട് പറയാൻ പറ്റുന്നത്. അവരിൽ തന്നെ പല അഭിപ്രായങ്ങളുണ്ട്. അപ്പം ആ വ്യക്തികൾ ആരൊക്കെയാണെന്ന് ഏകദേശം പലർക്കും അറിയുകയും ചെയ്യും. അപ്പോൾ അവർ പേഴ്സണലി ഈ സാധ്യതയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, ഉണ്ടായിരിക്കുമോ ഇല്ലായിരിക്കുമോ എന്നതിനെ പറ്റി. അത് പക്ഷേ എനിക്ക് പബ്ലിക്കായിട്ട് പറയുന്നതിന് പരിമിതികളുണ്ട്, കാരണം അത് വേറെ വ്യക്തികളുടെ. ബ്രോയുടെ ഒരു ഇത്രയും അല്ലെങ്കിൽ അതിന്റെ പുറകെ നടന്നൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ബ്രോയുടെ മനസ്സ് എന്താ പറയുന്നത്? സുകുമാരക്കുറുപ്പ് ഇപ്പൊ ജീവിച്ചിരിപ്പ് ഉണ്ടായിരുന്നോ അല്ല ഇല്ലയോ? അതിപ്പോൾ ഞാനിപ്പം എന്ത് പറഞ്ഞാലും അതിനെപ്പറ്റി കൃത്യമായി അറിവുള്ള ആൾക്കാർ ഇത് കേൾക്കുന്നുണ്ടായിരിക്കും. മീൻസ് അതായത് യഥാർത്ഥത്തിൽ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായ ധാരണയുള്ള മിനിമം ഒരു വ്യക്തിയെങ്കിലും ലോകത്തുണ്ടായിരിക്കുമല്ലോ. ഉണ്ടായിരിക്കും. അല്ല, അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. പക്ഷെ ഒരു വ്യക്തിയെങ്കിലും ഉണ്ടായിരിക്കാം. അങ്ങനെ ഒരു വ്യക്തി എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പബ്ലിക്കായിട്ട് അതിനെ പുറത്തൊരു അഭിപ്രായം പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരിക്കുമല്ലേ? അപ്പോൾ ഒബ്വിയസ്ലി ഉണ്ടല്ലോ. അലക്സാണ്ടർ എന്ന് പറയുന്ന ലാസ്റ്റ് ഒരു ക്യാരക്ടർ കൊടുത്തത് അത് ആ കുറിപ്പിൽ നിന്ന് പിന്നെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഫിക്ഷനാണ്. അപ്പോൾ ഞാൻ ശ്രീനാഥനും കൂടെ അങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത ഒരു സിനിമാറ്റിക് വേഷനാണത്. അപ്പോൾ ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് വന്ന ഒരു ഫിക്ഷണലൈസ് വേഷനാണ് കുറിപ്പ് എന്ന് പറയുന്ന സിനിമ. അപ്പോൾ അത് അങ്ങനെ ഫിക്ഷണലായിട്ടുള്ള കുറേ എലമെന്റ്സ് ആ സിനിമയ്ക്കകത്തുണ്ട്. സെക്കൻഡ് പാർട്ട് ഉണ്ടാവോ? സെക്കൻഡ് പാർട്ട് ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ അങ്ങനെ സെക്കൻഡ് പാർട്ട് ഉണ്ടാകുമോ ഇല്ലയെന്ന് ആധികാരികമായിട്ട് ശ്രീനാഥേട്ടനെ പറയാൻ പറ്റത്തുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഒരു ടേക്കാണ് ആ ഒരു തീരുമാനം എന്ന് പറയുന്നത്. അത് എന്തെങ്കിലും ചിലപ്പോൾ ഉണ്ടായേക്കാം എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത്. അതിന് പറ്റിയ ഒരു നല്ല തോട്ട് വന്നാൽ, അതിപ്പോൾ എൻ്റെ അടുത്തൊന്നും ആവണമെന്നോ ഒരു നിർബന്ധമില്ല, എവിടെന്നെങ്കിലും അദ്ദേഹത്തിന് കൺവിൻസിങ് ആയിട്ടുള്ള നല്ലൊരു തോട്ട് കിട്ടിയാൽ അദ്ദേഹം ചെയ്തേക്കാം എന്നേ പറയാൻ. ഇതുവരെ ഇല്ല, പക്ഷെ ഒരു സാധ്യത ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് അതിൽ. രണ്ടുപേരും ആക്ച്വലി ഒരാൾ ഒരു മൂവി ഇപ്പോൾ ഫസ്റ്റ് ഡയറക്റ്റ് ചെയ്യുന്ന മൂവിയാണ്, ഒരാൾ ഫസ്റ്റ് ആയിട്ട് എഴുതുന്ന മൂവിയാണ്. അപ്പോൾ സിനിമയിലേക്ക് വരുന്ന അല്ലെങ്കിൽ പുതിയ യങ്സ്റ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഒരു സിനിമ ഒരുപാട് ആഗ്രഹിച്ച് പാഷനേറ്റ് ആയിട്ട് വരുന്ന ആൾക്കാർ, അവരുടെ അടുത്ത് എന്താ പറയാനുള്ളത്? സിനിമ ശരിക്കും പാടാണോ? സിനിമ ഒബ്വിയസ്ലി സിനിമയ്ക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരുപാട് പേര് ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുള്ള, എന്നാൽ റിയലിസ്റ്റിക്കലി സ്പീക്കിംഗ് സക്സസ് റേഷ്യോ വളരെ കുറവുള്ള ഒരു നമ്മളിപ്പോൾ എപ്പോഴും സക്സസ് സ്റ്റോറീസ് ആണ് കൂടുതൽ കാണുന്നത്. സക്സസ് അല്ലാത്ത ഒരുപാട് സ്റ്റോറീസ് ഇവിടെ പുറകിലുണ്ട്. ആ റിയാലിറ്റിയും കൂടെ നമ്മൾ ഉൾക്കൊണ്ട് വേണം ഇറങ്ങി തിരിക്കാനായിട്ട്. പിന്നെ കൃത്യമായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമ്മുടെ ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം ആയിരിക്കണം. ആത്മവിശ്വാസം ശരിയാകണമെന്ന് 100% നിർബന്ധവുമില്ല. നമുക്കെപ്പോഴും നമുക്ക് തോന്നുന്ന കോൺഫിഡൻസ് ഹൈ ആയിരിക്കാം, പക്ഷെ അത് കറക്റ്റാണോ അല്ലയോ എന്ന് കൃത്യമായിട്ട് അസസ് ചെയ്യാനും കൂടെ പറ്റണം. പിന്നെ കഴിവിനോടൊപ്പം തന്നെ കൃത്യമായ അവസരം, പിന്നെ കുറേ ഭാഗ്യം, കുറേ കോണ്ടാക്ട്സ്, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ
ഒരുമിച്ച് വരുമ്പോഴാണ് ഒരു സിനിമ സംഭവിക്കുന്നത്. സിനിമ സംഭവിച്ചാൽ തന്നെ അത് സക്സസ് ആവണമെന്ന് ഒരു ഇപ്പുറത്തേക്കപ്പുറം ഉറപ്പ് പറയാൻ പറ്റത്തില്ല. സക്സസ് ആയാൽ അത് ഇങ്ങനെയുള്ള കുറേ ഘടകങ്ങളുണ്ട്. ബട്ട് സ്റ്റിൽ പിന്നെ ഈ പ്രോസസ്സ് ഭയങ്കരമായിട്ട് ഹൈ തരുന്ന, ഭയങ്കരമായിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന, കിക്ക് തരുന്ന ഒരു സംഗതിയാണ്. ഈ പാഷനെ നമ്മൾ ഫോളോ ചെയ്യുമ്പം അതിൽ ആ രീതിയിൽ നമുക്ക് ഒരു ഹൈ അതിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കും ആ പ്രോസസ്സിങ്ങിൽ. അപ്പോൾ നമ്മുടെ ആത്മവിശ്വാസവും കാര്യങ്ങളും കറക്റ്റാണെങ്കിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇപ്പം നമ്മൾ സഞ്ചരിച്ച ഒരു വഴിയുണ്ട്, ഇതുപോലെ സക്സസ് ആയിട്ടുള്ള 100 പേര് സഞ്ചരിക്കുന്ന വഴികളുണ്ട്. ഈ ഒരു വഴി കൂടെ പോലും നമുക്ക് സഞ്ചരിക്കാൻ പറ്റത്തില്ല. ഓരോരുത്തരും അവരോടെ വഴി കണ്ടുപിടിച്ച് പുതിയൊരു വഴി കൂടെ പോകാൻ പറ്റത്തുള്ളൂ. അതാണ് സിനിമയുടെ ഒരു പരിപാടി. പിന്നെ ഈ ഓരോരുത്തരും പോകുന്ന വഴികളിൽ നിന്ന് നമുക്ക് നമ്മുടേതായ രീതിയിൽ ഇൻപുട്സ് എടുക്കാം എന്നേ ഉള്ളൂ. പിന്നെ കൃത്യമായി നമ്മുടെ മൈൻഡിൽ രൂപപ്പെടുന്ന സിനിമാറ്റിക് സങ്കല്പം ഒരു വേറൊരാളിലോട്ട് എത്തി അയാൾക്കും അതിനകത്തൊരു എക്സൈറ്റ്മെൻറ്റ് തോന്നുന്ന രീതിയിൽ ഒരു സ്റ്റഫുള്ള സാധനമായിരിക്കണം എന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ ഈസിനെസ് ഉണ്ടാകും. അതായത് കൃത്യമായി ഞാൻ പറഞ്ഞാൽ ഇപ്പം ഞാൻ തന്നെ പറഞ്ഞു, സിനിമ സ്വപ്നം കണ്ടിട്ട് 15ാമത്തെ വർഷമാണ് ഈ സിനിമ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം അത്രയും കാലം എന്ന് പറഞ്ഞാൽ 15 വർഷം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാലയളവാണ്. അപ്പോൾ അത്രയും നാൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം ബേസിക്കലി. അതോടൊപ്പം തന്നെ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അപ്പം മനസ്സ് മടുപ്പിക്കുന്ന പല സന്ദർഭങ്ങളും ഉണ്ടാവും. നമുക്ക് നിർത്തി തിരിഞ്ഞ് നടക്കാം, മനസ്സിലാവില്ല, സ്വാഭാവികമായിട്ടും ജീവിതമാണ്, നമുക്ക് ജീവിച്ചേ പറ്റുള്ളൂ. പക്ഷേ എന്നിരുന്നാലും സിനിമയിൽ നിന്ന് കിട്ടുന്ന ഹൈ എന്ന് പറയുന്നത് ആസ് എ മേക്കർ, അല്ലെങ്കിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന, നമ്മൾ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു നിലയുണ്ടാവുമല്ലോ. അപ്പോൾ അതിലേക്ക് എത്തിച്ചേരാൻ കൃത്യമായ രീതിയിലുള്ള പരിശ്രമങ്ങളും എല്ലാ രീതിയിലുള്ള നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എത്തിച്ചേരുക തന്നെ ചെയ്യും. പിന്നെ അതോടൊപ്പം നമ്മൾ കാണുന്ന ഇപ്പം ആൾക്കാർ ഇപ്പോൾ സിനിമയിൽ സക്സസ്, ഇപ്പം ജിതിൻ പറഞ്ഞതുപോലെ സക്സസ് റേഷ്യോ എന്ന് പറയുന്നത് അത് വളരെ കുറവ് തന്നെയാണ്. അപ്പോൾ അതിനിടയിൽ നമ്മൾ ചിലപ്പം കാലിടറി നിന്നൊക്കെ പോവും. പക്ഷേ എന്നാലും കൃത്യമായ രീതിയിൽ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകണം. ആ സമയത്ത് നമ്മളെ സഹായിക്കാൻ ചിലപ്പോൾ കുറച്ചധികം കുറച്ച് ആൾക്കാരുണ്ടാവും എന്തായാലും. അവരുടെ ആ വിശ്വാസവും നമ്മുടെ വിശ്വാസവും കൂടി ആകുമ്പോൾ നമുക്ക് തീർച്ചയായും മുന്നോട്ടുള്ള ദൂരം അത്രയും ദൂരമായിട്ട് തന്നെ തോന്നില്ല, നമ്മൾ എത്തിച്ചേരുക തന്നെ ചെയ്യും. ആ രീതിയിൽ കണ്ട് മുന്നോട്ട് പോയാൽ മതിയാവും. ഓക്കെ. അപ്പം കളങ്കാവലി ഞെട്ടിക്കട്ടെ, മമ്മൂക്ക ഞെട്ടിക്കട്ടെ, വിനായകൻ ചേട്ടൻ ഞെട്ടിക്കട്ടെ, നിങ്ങൾ രണ്ടുപേരുടെ ഈ ഒരു കോംബോ ഇനി ഒരുപാട് പടങ്ങളിലൂടെ വന്ന് ഞെട്ടിക്കട്ടെ. താങ്ക് യു ഫോർ ബീങ് പാർട്ട് ഓഫ് ക്ലബ് FM. താങ്ക് യു.